അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലര് പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം 1-ാം സ്ഥാനത്തെ കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവേ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴലുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചുപൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചുപൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം 1-ാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും.
ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിൻ്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യം ഇനി ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങളെ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണു എന്ന് പറഞ്ഞൊരു മകനെ ഒരു സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ പേര് വിഷ്ണു രവിയ. വിഷ്ണു രവിയുടെ വിഷയം എന്ന് പറയുന്നത്, അവൻ പട്ടാളക്കാരനാണ്. പക്ഷെ പട്ടാളത്തിൽ ശമ്പളം അവൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ മാത്രമേ വലിയ ശമ്പളം കിട്ടണില്ല. അപ്പോൾ അവൻ എന്നാ ചെയ്തത്, ഒരു ദിവസം വിഷ്ണു 14 കൊല്ലമായി പട്ടാളത്തിലായിട്ട്, ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. അപ്പോൾ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് തോന്നി, ആരോ പറഞ്ഞ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വിഷ്ണുവിൻ്റെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒരു കൂട്ടുകാരെ കണ്ട്, നീ എവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പരീക്ഷയാണ്, ആലപ്പുഴ ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ ഏത് പള്ളി? അത് കൃപാസനം പള്ളി. അപ്പോൾ നീ പിന്നെ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും കൂടി വന്ന് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ മാതാവ് അപ്പം തന്നെ അവന് ഭയങ്കര സിൻസിയറായിട്ടുള്ള ആളായ കാരണം മാതാവ് അവനെ തോണ്ടി. അതാണ് അവൻ പിന്നെ പോയിട്ട് തിരിച്ചു പോയെങ്കിലും ഇവിടെ കൂട്ടുകാരവിടെ വന്നതാണ്. പക്ഷേ തിരിച്ചു പോയപ്പോൾ അവനൊരു കാശ്മീരിലാണ് വർക്ക് ചെയ്യണത്. ഒരു സാക്ഷ്യം കണ്ട്. ആ സാക്ഷ്യം കണ്ടപ്പോൾ ഭയങ്കര പിന്നെ അയ്യോ ഇത്രയും വലിയൊരു സ്ഥലത്താണല്ലോ ഞാൻ പോയത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. മാതാവേ, എനിക്ക് ലീവ് വേണം. അപ്പോൾ ലീവ് കിട്ടത്തില്ല, ലീവ് കഴിഞ്ഞ് ചെന്നതേ ഉള്ളൂ. മാതാവ്, ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ലീവ് തന്നെ വന്നും ഇവൻ മാതാവിനോട് പറഞ്ഞു. ആൾക്കാർ കാര്യമൊക്കെ ഇപ്പോൾ രസമാണ് ഭയങ്കര. ഈ മാതാവായിട്ട് ബന്ധമുള്ള ആൾക്കാർ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ മാതാവിനോട് പറഞ്ഞ്, എനിക്ക് അമ്മ ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് അനുവദിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടാറില്ല ശരിക്കും, ഇപ്പോൾ ലീവ് വന്ന് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അതിന് പകരം ഞാൻ അവൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു പ്രീ കവനൻ്റ് ചെയ്ത് അമ്മയുമായിട്ട്, അമ്മ എനിക്ക് ലീവ് തരുമെങ്കിൽ ഞാൻ കൃപാസനത്തിൽ എത്തണ വരെ മീനും ഇറച്ചിയും ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഒരു ഉടമ്പടിയാണ്. എന്നൊക്കെ ഈ ആൾക്കാർ ചെയ്യണ കാര്യങ്ങളെ അവർ ഉടമ്പടി എടുത്തിട്ടില്ലൊക്കെ മാതാവുമായിട്ടൊരു ഉടമ്പടിയാണ്. അവന് ഒരു 3 ആഴ്ചയപ്പോൾ തന്നെ ലീവ് അനുഭവിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഏത് രാജ്യത്ത് പോകണമെന്ന് അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ ജർമ്മനി എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ചു. അമ്മ തോന്നിച്ചാണ് വിചാരിച്ചിട്ട് അവനെ എഴുതി വെച്ച് അവൻ ഉടമ്പടി എടുത്തു. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ വിഷ്ണു ചെയ്ത കാര്യമാണ് പ്രശ്നം. വിഷ്ണു ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി സീരിയസ് ആണെന്ന് വരുത്താം. ഇപ്പം ചില ആൾക്കാർ കൃപാസനം വെച്ചാൽ വണ്ടി എളുപ്പത്താന്ന് പറയുന്നില്ലേ, അതൊക്കെ ഉടമ്പടിയല്ലേ. ഇപ്പം വയ്യായ്മ കൃപാസനത്തിൽ പണി ഉണ്ടാക്കാൻ തന്നെ പാർട്ടിയാണത്. പക്ഷേ ഇവൻ അങ്ങനെയല്ലേ, ഇവൻ സത്യസന്ധനാണ്. ഇവൻ ഉടമ്പടി എടുത്ത് എങ്ങനെയാണെന്ന് അറിയാം, 2.5 ദിവസം എടുത്ത് ഈ കോതമംഗലത്തു നിന്ന് കാൽനടയായിട്ടാണ് വന്നിരിക്കണത്. 80 കിലോമീറ്ററുണ്ട്. അവൻ രാത്രി നടക്കണ്. രാത്രി ഞാൻ പറയണേ, എനിക്ക് രാത്രി ഉറക്കം വരുന്നുണ്ട്. ഞാൻ എന്തായാലും നടന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ നോക്കിയപ്പോൾ കുഴി. മാതാവ് എന്നെ കുഴിയിൽ നിന്ന് മാറ്റി. പിന്നെ ഞാൻ നടന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ അവസ്ഥയെ. അവർ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഡീൽ ചെയ്യണത്. അല്ല, ദൈവത്തെ പരിപാടി അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്തത് പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ മതപ്പനിക്കാർ വന്ന് ഉടമ്പെടുക്കണില്ലേ, അതുപോലുള്ള പരിചാരികളുടെ കാലം കൃപാസനത്തിൽ കഴിഞ്ഞിരിക്കണം തോന്നുന്നു. ഇപ്പോൾ വന്ന ആൾക്കാരെല്ലാം ഇടിവെട്ട ആൾക്കാരാണ്. അവർ വന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പോയി 2ാം പ്രാവശ്യം വരുമ്പോൾ അമ്മയടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാടക നിന്നിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യരുത്. അതിനുശേഷം പിന്നെ 150 പത്രം മേടിച്ച് പിന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി അവിടെ നിന്നുള്ള 150 പത്രം ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തു. എന്ത് സ്പീഡായി ആളിപ്പോൾ ഞായറാഴ്ച ഇത് പറയേണ്ട സമയത്ത് അവൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഔദ്യോഗിക കാര്യങ്ങൾ നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യാസം കാണിക്കണമെന്നല്ലേ പറയണത്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ആത്മാർത്ഥമായ റിലേഷൻസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നവൻ കുറച്ച് വലച്ചിൽ അനുഭവിക്കുന്നതെന്നല്ലാതെ സത്യസന്ധമായിട്ട്
ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥത. അതാണ് വിഷയം. ഹൃദയ പരമാർത്ഥതയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഉടമ്പടി നമ്മൾ കാണിക്കേണ്ടത് ഈ പരമാർത്ഥതയാണ്. പരമാർത്ഥത പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ഈ സാക്ഷ്യം പറയാൻ അമ്മ മാതാവും ഈശോയും സഹായിച്ചതിന് നന്ദി. ഞാനാണെങ്കിൽ തമിഴ്നാടാണ്. ചെറിയ അക്ഷരത്തെറ്റുകൾ വരും സംസാരിക്കുമ്പോൾ. ഞങ്ങളുടെ വസ്തു ഞങ്ങളുടെ പേരിലെ പാകം പിരിയാതെ ഇരിക്കുമായിരുന്നു. 30 വർഷം കൊണ്ട് ഇരിക്കുമായിരുന്നു. അത് അമ്മ മാതാവിനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 11/6/2023 ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ ഉടമ്പടി പാകപിരിവിനെയാണ്. അത് 30 വർഷം കഴിഞ്ഞ് അമ്മ മാതാവ് സഹായിച്ച് തന്നു. അതുപോലെ എൻ്റെ മകൻ്റെ മൂത്ത മകൻ ബാംഗ്ലൂരിലാണ്. അവൻ നടുവിന് ഡിസ്കിന് അകൽച്ച വന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. അവൻ്റെ വേദന സഹിക്കാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് മകൻ്റെ നടുവേദനയെ പരിപൂർണമായി മാറ്റി തന്നു. അതുപോലെ അവന് ആസ്മ അറ്റാക്ക് വന്ന് ഒത്തിരി സീരിയസ് ആയിരുന്നു. ICUലൊക്കെ കയറ്റിയായിരുന്നു. ഞാൻ ഒരുപാട് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവന് 2 വട്ടം അവന് ആസ്മ അറ്റാക്ക് വന്നു. ഞാൻ 3ാമത് ഇനി അവന് ഇതുപോലെ ആസ്മ അറ്റാക്ക് വരാതെ അവനെ കാത്തുകൊള്ളണേ മാതാവേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ അവനെ ഇതുപോലെ അസുഖം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അതുപോലെ എൻ്റെ ശരീരത്തിലെ എൻ്റെ കഴുത്തിൻ്റെ അവിടെ കറുത്ത പാടുകൾ വന്ന് ഭയങ്കര ചൊറിച്ചിലുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം അതേലെ പുരട്ടി പ്രാർത്ഥിച്ചു. അത് നേരം തന്നെ മാറി. ഒരു 10 ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പം തന്നെ മാറി. അതുപോലെ എൻ്റെ തൊടഭാഗത്തു നിന്ന് കാല് വരെ ഭയങ്കര വേദന, എനിക്ക് നിൽക്കാൻ ഒക്കാത്ത ഒരു വേദന. അതിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പം എൻ്റെ വേദനകൾ മാറി. മാതാവ് എനിക്ക് സഹായം തന്നു. പിന്നെ അതുപോലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മ മാതാവ് എനിക്ക് സഹായിച്ചു തന്നു. അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കും മുമ്പേ അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞാൽ ഞാൻ വേളാങ്കണ്ണി മാതാവിലെയും ഒത്തിരി വിശ്വാസം. വേളാങ്കണ്ണിയിൽ ഞാൻ എല്ലാ വർഷവും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ മാതാവിൻ്റെ എണ്ണയൊക്കെ ഞാൻ എപ്പോഴും പുരട്ടുമായിരുന്നു, കുരിശ് വരയ്ക്കുമായിരുന്നു. ആ മാതാവിൻ്റെ എണ്ണയെ ഞാൻ ഒരു ദിവസം എടുത്ത് ഞാൻ നെറ്റിയിൽ കുരിശ് വരയ്ക്കാനാകുമ്പോൾ എനിക്ക് ആ എണ്ണയിലെ മുല്ലപ്പൂവിൻ്റെ മണം വന്നു. ഞാൻ അതേ ശ്രദ്ധിച്ചുകൊണ്ട് അത് ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് ആ മണം എനിക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ എവിടെ പോയാലും കൃപാസന മാതാവിൻ്റെ ഫോട്ടോയെ കാണത്തുള്ളൂ, ഏത് വീട്ടിൽ പോയാലും. അതുപോലെ ഞങ്ങളുടെ ഇടവകയിലിരുന്ന അച്ഛൻ്റെ അടുത്ത് ഒരു വട്ടം അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെയും കൃപാസന മാതാവ്. പിന്നെ അതുപോലെ എൻ്റെ യൂട്യൂബിനകത്ത് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന എന്നും വരുമായിരുന്നു. അപ്പം എനിക്ക് തന്നെ തോന്നി ഉടമ്പടി എടുക്കണം. മാതാവ് എപ്പം എൻ്റെ കൺമുമ്പിൽ വന്ന് പോകുന്നത് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു നിയോഗം വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മ മാതാവിന് നന്ദി. അതുപോലെ ഞാൻ ഉടമ്പടി എടുക്കും മുമ്പേ അമ്മ മാതാവ് കൃപാസന മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് നടുവേദന വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു, കിടക്കയിലായിരുന്നു. ഞാൻ 2 വട്ടം അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ നോക്കുമായിരുന്നു. അന്നേരം എനിക്ക് അമ്മ എല്ലാ കാര്യങ്ങളും ബെഡേലായിരുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പം എനിക്ക് നടുവേദന കൂടി. എൻ്റെ ഡിസ്കിനാണെങ്കിൽ ഡിസ്ക് അടുത്ത് വന്നു. ഞാൻ സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്തു, എല്ലാം ചെയ്തു, മരുന്നൊക്കെ കഴിച്ചിട്ടും അത് മാറിയില്ല.
പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയെ നാട്ടിൽ വിട്ടു. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറേ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞാൻ എൻ്റെ അമ്മയല്ലേ ഞാൻ നോക്കിയത്, എനിക്കെന്താ ഈ വേദന വന്നു, എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, എനിക്ക് ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു ഇരുന്നുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഭയങ്കര വേദന. അപ്പം ഒരു ദിവസം ഞാൻ ബെഡ്റൂമിൽ പോയി എൻ്റെ ബെഡേൽ പോയി കിടന്നു. അന്നേരം എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ണ് തുറന്നുകൊണ്ട് ഈ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടായിരുന്നത്. പെട്ടെന്ന് അമ്മ മാതാവ്, കൃപാസന മാതാവ് എൻ്റെ അരികിൽ നിന്നു. അടുത്ത് വേളാങ്കണ്ണി മാതാവും തൊട്ടടുത്ത് ഈശോയും, 3 പേരെയും ഞാൻ നേരിട്ട് കാണുന്നത് പോലെ കണ്ടു. അപ്പം കൃപാസന മാതാവാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ മലയാളത്തിൽ ആദ്യം പറഞ്ഞു, എല്ലാം ശരിയായി, നീ എന്തിനാ കിടക്കുന്നേന്ന്. പിന്നെ ഉടനെ തന്നെ തമിഴിലും പറഞ്ഞു, ഏൻ പടുത്തിരിക്ക നീ എല്ലാം ശരിയായിട്ട് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഓടി ചെന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പെട്ടെന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്തു. 3 പേരെയും കണ്ടു, ഈശോയും വേളാങ്കണ്ണി മാതാവും കൃപാസന മാതാവാണ് എൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ആ വേദന ആ നിമിഷം പോയത്, ഈ സെക്കൻഡ് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതിന് അമ്മ മാതാവുക്ക് കോടാനുകോടി നന്ദി. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് എനിക്ക് തരുമെന്നുള്ള ഉറപ്പോട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറഞ്ഞ ഞാൻ പത്രം വിതരണം ചെയ്യും. പിന്നെ എൻ്റെ കൂട്ടുകാരി 2 പേരെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കൂട്ടുകാരിക്കാണെങ്കിൽ അലാറം വെക്കാൻ അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് 5:30 മണി പ്രാർത്ഥനയ്ക്ക് ഞാൻ അവളെ 5 മണി കഴിഞ്ഞിട്ട് ഉണർത്തും. പിന്നെ കാശുരൂപം കൊടുത്ത് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കാശുരൂപം കൊടുക്കുമായിരുന്നു. പൈസ കൊടുത്ത് ചിലർക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട്, ആഹാരവും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കാരുണ്യ പ്രവർത്തനം. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി സ്തോത്രം, നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന പ്രസാദപര മാതാവിനും അതുപോലെ തന്നെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് കീർത്തി, കറൻ്റ്ലി UK സെറ്റിൽഡാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/1/2022 ഉടമ്പടി നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ് ആദ്യമായിട്ട് പറയേണ്ടത്. എൻ്റെ മകനാണെങ്കിൽ 2.5 years ഉണ്ടായിരുന്നിട്ടും സംസാരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടു, അവർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജിന് റെഫറൽ പോയി. അപ്പോൾ അവർ പല സാധ്യതകളും പറഞ്ഞു. ഓട്ടിസം ആയിരിക്കാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ കൊണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ടും, കോവിഡ് പാൻഡമിക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ കൊച്ചിൻ്റെ സ്പീച്ച് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. ആസ് എ മദർ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി, വളരെയധികം സ്ട്രെസ്ഡായി. ഉടനെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വരികയാണ് ചെയ്തത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ എനിക്ക് മാതാവിനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ബേബി അല്ല എൻ്റെ ആർച്ചി എന്ന് പറയുന്നത്, എൻ്റെ മകൻ എന്ന് പറയുന്നത്. അതിന് മുമ്പേ എനിക്കൊരു 3.5 months ആയപ്പോൾ ഒരു ബേബി അബോട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അബോർഷനിൽ ത്രൂ ആണ് ഞാൻ മാതാവിനെ പരിചയപ്പെടുന്നത്. ഒത്തിരി അധികം വിഷമം വന്നപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ മാതാവിൻ്റെ രൂപമാണ് എൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് വന്നത്. അപ്പം 2ാമത്തെ ബേബി ഉണ്ടായപ്പോഴും ഞാനത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് തന്നെ കരുതിയാണ് ഞാൻ ഉടനെ തന്നെ ഇവിടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് ഫസ്റ്റ് വെച്ചത് മകൻ്റെ കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവൻ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടില്ല, വീട്ടിലാക്കി വരേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ അവനാണെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചുപോയി. ഫസ്റ്റ് എനിക്ക് അവൻ്റെ സ്കൂളിൽ നിന്നാണ് ഒരു റിപ്പോർട്ട് കിട്ടുന്നത്. സ്കൂൾ ടീച്ചേഴ്സൊന്നും ഹാപ്പി അല്ല അവൻ്റെ പെരുമാറ്റത്തിൽ. ക്ലാസ്സിൽ അറ്റൻഷനില്ല, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം മാറി നിൽക്കുന്നു, ഓടിപ്പോകുന്നു, അങ്ങനെ പല ഇഷ്യൂസായിട്ട് ടീച്ചർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ക്ലാസ്സിൽ നിന്ന് TC വാങ്ങി വേറെ ഏതെങ്കിലും സ്കൂളിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് അന്ന് കാര്യം ചോദിച്ചു. അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയൊരു മകനാണ് എൻ്റെത്, അമ്മയുടെ തീരുമാനം എന്താണോ അത് ഞാൻ ശിരസ വഹിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഈവനിങ് പ്രെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകന് ഒന്നും സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഉന്നതൻ നീ എന്നുള്ള ക്രിസ്ത്യൻ സോങ് ആണ് അവൻ ആദ്യമായിട്ട് പാടിയത്. അതുകൊണ്ട് തന്നെ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ മകൻ ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. പുതിയൊരു സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. ക്ലാസ്സിൽ തന്നെ 1ാമതായി അവൻ നിൽക്കുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. 2ാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ OET ആയിരുന്നു. ഞാനൊരു നേഴ്സായിരുന്നു. 2008 പാസ് ഔട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ഞാൻ ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ ഞാൻ UK ഹസ്ബൻഡിൻ്റെ കൂടെ പോയി അവിടെ സെറ്റിൽഡായി.
അവിടെ സെറ്റിൽഡായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളായതിനു ശേഷം എൻ്റെ പഠിത്തത്തെക്കുറിച്ചും, അതായത് OET പഠനത്തെക്കുറിച്ചും അവിടെ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് 2021 അതായത് മകനുണ്ടായതിന് ശേഷം. അപ്പോൾ ഞാൻ പലതവണ OET ട്രൈ ചെയ്തു. എൻ്റെ മെറിറ്റ് കൊണ്ട് നടക്കത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. ഞാൻ അതായത് നഴ്സിങ്ങിൻ്റെ പിന്നെ BSc ആയാലും MSc ആയാലും നല്ല മാർക്കോടി പാസ്സായ ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് OETയിൽ എന്ത് ചെയ്തിട്ടും എനിക്ക് എൻ്റെ ഒരു മെറിറ്റ് വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ എന്നാണോ വരുന്നത് അന്ന് ഞാൻ ഈ OET പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. ആഫ്റ്റർ 4 attempts ആണ് ഞാൻ പാസ്സാവുന്നത്. എൻ്റെ സ്കോർ എപ്പോഴും കുറയുന്നത് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. 10 മാർക്സ് ഡിഫറൻസിനാണ് കുറയുന്നത്. പല പ്രാവശ്യം റിവാലുവേഷൻ എഴുതിയപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ച് വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയതിന് ശേഷം ഞാൻ ഒരു നൈറ്റ് സ്വപ്നം കാണുവാണ്. എൻ്റെ സ്കോർ 5th അറ്റംപ്റ്റിൽ അത് റിവാലുവേഷൻ എടുത്തപ്പം 340 എന്നുള്ളത് 350 ആയിട്ട്, അതായത് നമ്മുടെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് സ്വപ്നം കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി മാതാവ് അതിൽ ഇടപെട്ടു എന്നുള്ളത്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എനിക്ക് ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ നടുവേദന വരാറുണ്ടായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്, ഫിസിയോ ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ടുള്ള നടുവേദനയാണ്, അതായത് നഴ്സിംഗ് പഠനം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള നടുവേദനയാണ്. അതിന് പക്ഷേ ഒരു തെറാപ്പി കൊണ്ടും എനിക്കൊരു വ്യത്യാസം ഉണ്ടായില്ല. L3 L4 പ്രൊലാപ്സ് എന്നായിരുന്നു അന്നത്തെ MRI ഡയഗ്നോസിസ്. പല ഹോസ്പിറ്റൽസിൽ മാറി മാറി കാണിച്ചു. UK ചെന്നിട്ടും അവിടെയും കാണിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ സെക്കൻഡ് ബേബി ഡെലിവറിക്ക് പോകുന്ന സമയം അവരൊരു പിന്നെ സ്പൈനൽ അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ MRI സ്കാൻ ചെയ്തതിലും ഫസ്റ്റ് 3 റിപ്പോർട്ട്സിലും MRIയിൽ പ്രൊലാപ്സ് കാണിച്ചത്. ലാസ്റ്റ് റിപ്പോർട്ട്, അതായത് UK റിപ്പോർട്ടിൽ നെഗറ്റീവ്, അതായത് അങ്ങനെ ഒരു പ്രൊലാപ്സ് ഇല്ല എന്നാണ് എനിക്ക് റിപ്പോർട്ട് വന്നത്. അതിന് മെയിനായിട്ടും ഉടമ്പടി ആരാധന ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഉടമ്പടി ആരാധന കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. മാതാവിനോട് ക്ഷമ ചോദിക്കുന്ന ഈ ഒരു മാസം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു മാസത്തെ ഒരു ആരാധനയും കൂടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, ഞാൻ തിരിച്ചെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറി വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും എല്ലാ ആരാധനയും കുടിച്ച് ചേർത്ത് കാണുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ അപ്പോൾ ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ആരാധനയുടെ എഫക്റ്റ് ഉണ്ട്. നടുവേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ അങ്ങനെ ഒരു നടുവേദന ഇല്ല എനിക്ക്. നാലാമതായിട്ട് എനിക്ക് കുറച്ച് ഫിയർ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ക്ലസ്ട്രോഫോബിയ എന്ന് പറയും. ക്ലോസ്ഡ് സ്പേസസ് ഭയങ്കര പേടിയാണ് എനിക്ക്. അപ്പം ആ ക്ലോസ്ഡ് സ്പേസസ് പേടിയാവാൻ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഡമിക് സമയത്ത്, പ്രഗ്നൻസി സമയത്ത് നമുക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്വാറൻറ്റൈൻ ആയിരുന്നു. ആർക്കും പുറത്തോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഹസ്ബൻഡ് ജോബിന് പോകുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഞാൻ ഓവറോൾ പ്രഗ്നൻസിയിൽ ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. പുറത്തോട്ട് പോയാൽ തന്നെ നമുക്ക് 10 പേരോട് മിണ്ടാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് എനിക്ക് ആകപ്പാടെ ഫോണാണ് ആകപ്പാടെയുള്ളൊരു ഇതെന്ന് വെച്ചാൽ. അപ്പം നമുക്കിവിടെ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ചിലപ്പോൾ പേരൻസിനെ വിളിച്ചാലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിളിച്ചാലോ കിട്ടിയെന്നിരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫോബിക് വന്നത് കാരണം എനിക്ക് ഡെലിവറി ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അങ്ങനെ ഒരു പ്രശ്നം മുമ്പേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോവിഡ് പാൻഡമിക്കിന് ശേഷം ഉണ്ടായ വലിയൊരു ദുരന്തമായിരുന്നു അതെനിക്ക്. എനിവേ അത് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഉടമ്പടിയിലും ഞാൻ 4ാമത്തെ നിയോഗമായിട്ട് വെച്ചു. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇന്ന് ഉടമ്പടി ആരാധന ഇവിടെ വന്ന് എനിക്ക് കൂടാൻ പറ്റി. നല്ല ക്ലട്ടേർഡായിരുന്നു എല്ലായിടവും. പക്ഷേ എനിക്ക് അവിടെ ഇരുന്ന് എല്ലാം നന്നായി കാണാനും പ്രാർത്ഥിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ഉടമ്പടി ആരാധന കൂടാനും പറ്റി. പിന്നെ ഞാൻ ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനോട് എന്നും കടപ്പെട്ടിരിക്കും. ഞാൻ ഉടമ്പടിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. മാതാവിന് വാക്ക് കൊടുക്കുകയാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ എന്ത് കാരുണ്യ പ്രവർത്തികളായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പ്രത്യേകിച്ച് നമുക്ക് ചെയ്ത് അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് പേഷ്യൻറ്റിനെ പോയി കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്ന പേഷ്യൻസിനെ ആരായാലും ശരി ഞാൻ കുരിശ് വരച്ചാണ് ഞാൻ പേഷ്യൻസിനെ ടേക്ക് ഓവർ ചെയ്യാറുള്ളത്. അവർക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കൈ കൊണ്ട് ഒരു പേഷ്യൻ്റ് പോലും ഒരു ഡെത്ത് കെയർ കൊടുക്കാനായിട്ട് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ ഡ്യൂട്ടി ടേക്ക് ഓവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉടമ്പടി കൃപാസന പത്രം ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് മലയാളവും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. മലയാളം ഞാൻ കൂടെയുള്ള കൊളീഗ്സും അതുപോലെ തന്നെ വേറെയുള്ള ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് കൊടുത്തു. ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് കൃപാസന പത്രം അങ്ങനെ അധികം ആർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൃപാസന പത്രമായിട്ട് ഞാൻ ഒരു ദിവസം എനിക്കിത് കൊടുക്കാനായിട്ട് അധികം ക്ലോസ്ഡ് ഫ്രണ്ട്സും ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കൊടുക്കുന്നെങ്കിൽ ഒട്ടും ഈ മാതാവിനെക്കുറിച്ച് ഒരിക്കലും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിക്ക് ഇത് കൊടുക്കണം, മാതാവിനെ അറിയിക്കണം. അതുവഴി അവർക്ക് എന്തെങ്കിലും ഒരു രോഗസൗഖ്യമോ അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം നടക്കണം. അങ്ങനെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ ഇത് ഒരു പ്രാവശ്യം ഈവനിങ് ഞാനാണെങ്കിൽ
നമ്മൾ നോർമൽ ബസ്സിൽ കയറിയിട്ട് ഞാൻ അതിനകത്ത് കയറി അടുത്തുള്ളൊരു സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ഞാനും എൻ്റെ മോനും കൂടാണ് കൃപാസന പത്രം അവിടെയുള്ള ഇംഗ്ലീഷ് പീപ്പിളിന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ആൾക്കാരിങ്ങനെ കൂടുതൽ ധർമ്മത്തിനുള്ള ആൾക്കാർ അങ്ങനെയില്ല. അപ്പം കൂടുതൽ വരുന്നത് റെഫ്യൂജീസ്, ഹോംലെസ് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ പലരും നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. കാരണം അവിടെ എല്ലാവിധ സൗകര്യവും അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതും ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പോയത് കൊണ്ട് ഗവൺമെൻറ് തന്നെ അവിടെ കൊടുക്കുന്നൊരു പണിഷ്മെൻ്റ് ആയിരുന്നു ഹോംലെസ് എന്ന് പറയുന്നത്. ഇവരെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. കാരണം വലിയ ഏജ് ഒന്നുമുള്ള കുട്ടികളല്ല, ചിലപ്പോൾ ഒരു 18 ഇയേഴ്സ് മുതലുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇവർ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ വലിയ ബസ് സ്റ്റാൻഡുകളിലൊക്കെ സാധാ ബ്ലാങ്കറ്റ് വിരിച്ചാൽ കിടന്നുറങ്ങുന്നത്. ഇത്രയും തണുപ്പ് രാജ്യത്ത് നമ്മൾക്ക് പോലും വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ടോളറൻസ് പറ്റത്തില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് ഞാനപ്പം അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പൈസ മതി. അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അവർക്ക് പൈസ മതി. പൈസ അവർക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കണക്കുള്ള സഹായങ്ങൾ അവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫുഡായാലും അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ബസ്സിൽ അവരെ കയറ്റില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് അവിടെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യവും. അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരാരുമില്ല. പിന്നെ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല പലരും. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അവരൊക്കെ ചെയ്തതിൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മെറിൻ. ഞാൻ കൊല്ലം രൂപതയിൽ സെൻറ്റ് തോമസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്. എനിക്ക് 13 വർഷമായിട്ട് അർഷസിൻ്റെ രോഗമുണ്ടായിരുന്നു. അത് ബ്ലീഡിങ്ങോടുകൂടിയായിരുന്നു. രോഗം അങ്ങേയറ്റം മൂർച്ഛിച്ചപ്പോഴാണ് ഞാനിവിടേക്ക് വരുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയ ആ നിമിഷം തന്നെ എൻ്റെ അസുഖം എടുത്തു മാറ്റി, ബ്ലീഡിങ്. ഇപ്പം 6 വർഷമാകുന്നു, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഞാൻ MSW പഠിച്ച് തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് 3 വർഷമായിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് ലഭിക്കത്തില്ല. എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു. ഈ ഒരു കാര്യം ഞാൻ ഫാദറിനോട് പറഞ്ഞു. അപ്പം ഫാദർ അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു തടസ്സമില്ലാതെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടേക്ക് പോയി. ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് അന്ന് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഓരോ സെക്ഷനിൽ നിന്നും ഫോർവേഡ് ചെയ്യുമായിരുന്നു. അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അതുപോലെ വീട്ടിൽ 36-37 വർഷമായിട്ട് വഴിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വണ്ടി കയറി വരാനുള്ള സൗകര്യം ഇല്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പം വീട്ടിലാർക്കെങ്കിലും സുഖമില്ലാതായാൽ എടുത്തിട്ട് പോകേണ്ട അവസ്ഥയാണ്. അപ്പം നല്ല ദൂരവും ഉണ്ട് റോഡിലേക്ക്. അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചതുപോലെ, ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഇങ്ങനെയാണ്. ഇതുപോലെ വണ്ടി വരാനുള്ള സൗകര്യവും ഒരു സൈഡ് വാൾ കെട്ടണം എന്ന് വെച്ചതുപോലെ തന്നെ വഴി ലഭിക്കുകയും സൈഡ് വാൾ കെട്ടുകയും ചെയ്തു. അതുപോലെ എനിക്കൊരു ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വിദേശത്തേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ഇപ്പം 2011 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കോവിഡിൻ്റെ സമയം, അതിനാൽ എനിക്ക് അത് എൻ്റെ സാക്ഷ്യം അന്ന് പറയാനുള്ള അവസ്ഥയുണ്ടായില്ല. പിന്നീട് ഞാൻ വീണ്ടും പുതുക്കുമായിരുന്നു. 2024 ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഒരു ജോലിയുടെ കാര്യമായിരുന്നു വെച്ചിരുന്നത്. അത് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി ആദ്യത്തെ മാസം തന്നെ 10-25 വർഷം അറിയാവുന്ന ഒരു സുഹൃത്ത് യാദൃച്ഛികമായിട്ട് എന്നെ വിളിക്കുകയും ഇതുപോലെ പോളണ്ടിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുകയും അതിനുവേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു. അപ്പം അടുത്ത മാസം എൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്ത് കാര്യങ്ങൾക്ക് ഞാൻ മുന്നോട്ട് പോകത്തുള്ളായിരുന്നു. അതുപോലെ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ബസ് സ്റ്റാൻഡിലും ബസ്സിലും പൊതുമേഖലകളിലും എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കുമായിരുന്നു. ഒരുപാട് പേരെ ഞാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്.
അതുപോലെ സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി. 2022 ജൂൺ 26 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ 2ാം പ്രാവശ്യമാണ് ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിംസി റോഡ്രിക്സ്, കാടൂറ്റിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡാണിത്. മെയ് 3 തീയതി വെളുപ്പിന് 2:30 പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടാവുകയും ചെയ്തു. പല അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്യാസാണെന്ന് വിചാരിച്ചു ഇരുന്നു. ജീരക വെള്ളമൊക്കെ കുടിച്ചു ഇരുന്നിട്ട് പിന്നെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റത്ത് കുരിശ് വരയ്ക്കുകയും നാവിൽ കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അസ്വസ്ഥതകൾ കുറഞ്ഞ് ആളുടെ ശ്വാസതടസ്സം മാറി പെട്ടെന്ന് ആൾ ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി നേരം വെളുക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റിപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഒന്ന് ECG ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബൈക്കിന് ആൾ പോയി ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരിയ വേരിയേഷനാണ്, നല്ല വേരിയേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ECG എടുത്തപ്പോൾ നല്ല വേരിയേഷനുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. അതിലൊന്ന് ഭയങ്കര സീരിയസ് ആണ്, എമർജൻസി ആയിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറയുന്നു അതൊരു മിറാക്കിളാണ്, 5% മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത് ഹാർട്ടിൻ്റെ പമ്പിങ്. പക്ഷേ ആൾ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് ക്ലിനിക്കിൽ പോവുകയും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ ചെയ്തു. പക്ഷേ അതൊരു മിറാക്കിളാണ്. എന്തുകൊണ്ടും അത് ആൾക്ക് നല്ലൊരു പവർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം വരെ ആൾ 2:30 വന്നിട്ട് 10:30 ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അതുവരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു, ഒരു കുഴപ്പമില്ലാണ്ട്. ഇനി ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്, അത് നോർമലായിട്ട് മരുന്നുകൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു കുഴപ്പമില്ല. അത് മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ഒന്നുകൊണ്ട്, ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, അത്ഭുതം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവേ സ്വസ്തേശ്വ നന്ദി. പിന്നെ എൻ്റെ മകന് കാനഡയിലേക്ക് പോയത് റൂം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. പക്ഷേ 20-ാം തീയതി പോയി, 29-ാം തീയതിയാണ് ഒരു ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതിക്ക് റൂമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വേറെ ഒരു സ്ഥലത്ത് പോയാണ് ആൾ താമസിച്ചിരുന്നത് ആ ഒരാഴ്ചയിലും. പിന്നെ 28-ാം തീയതി അവിടെ എത്തണം. അപ്പോൾ റൂം എങ്ങനെയും ശരിയാക്കി തരാമെന്ന് അവിടുത്തെ ഓണർ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഓണറിനെ എപ്പോഴും വിളിക്കുമ്പോഴും റൂം കാലിയായിട്ടില്ല, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 29-ാം തീയതി ക്ലാസ്സിൽ പോകണം. 300 കിലോമീറ്ററോളം ദൂരെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മോൻ സങ്കടപ്പെട്ടു. ഞാൻ ചെന്നിട്ട് അവിടെ വഴിയിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വഴിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നീ അവിടെ നിന്നാൽ മതി, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന് കൊന്തച്ചേലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 28-ാം തീയതി രാത്രി, അവർക്ക് രാത്രി 11 മണിയായപ്പോഴേക്കും ഓണർ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ പോരെ, റൂം കാലിയായിട്ടുണ്ട്. അങ്ങനെ അവർ രാത്രി 11 മണിക്ക് എന്നെ വണ്ടി വിളിച്ച് റൂമിലേക്ക് എത്തിച്ചു തന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ മോനെ പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വചനമേ, ജോസഫച്ചൻ പറയാറുണ്ട് വചനം എഴുതി വചനത്തോടുകൂടി ജീവിക്കാം, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന്. ഞാനപ്പോൾ അവനെ ഏഷ്യ 30:18 വചനം, കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാഗ്യവന്മാർ എന്ന വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ തീരുമാനിച്ചു. 38 പ്രാവശ്യമായപ്പോഴേക്കും അന്ന് രാത്രി എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ മകൻ അവിടെ ജോലി ശരിയായി. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് മമ്മി ഇൻ്റർവ്യൂ കാർഡ് വന്നത്, ജോലി ശരിയായി എന്ന് മോൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് പാർട്ട് ടൈം ജോലി ശരിയായി. പിന്നെ എൻ്റെ മൂത്ത മകന്
വിദേശത്ത് പോകാൻ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുത്തിരുന്നു, പക്ഷേ ഒന്നും ശരിയായിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത്, അർമേനിയ എന്ന സ്ഥലത്ത് വിസ ലഭിച്ചു. പക്ഷേ പോകുന്ന ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ പോകാൻ തടസ്സമുള്ള ഒരു കേസിലേക്ക് അവനാകപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ വചനം, അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനമാണ് ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനം എനിക്ക് ലഭിച്ചിരുന്നു. ആ വചനം ഞാൻ എഴുതി 389 പ്രാവശ്യമായപ്പോഴേക്കും എൻ്റെ മകന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിദേശത്തേക്ക് വിട്ടോ, കുഴപ്പമില്ല, കേസൊന്നുമില്ല എന്നും പറഞ്ഞ് എൻ്റെ മോനെ പോകാൻ സാധിച്ചു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവ് ഞങ്ങൾക്ക് ഇടയ്ക്ക് തടസ്സങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം യേശുവിനും മാതാവും കൂടുതൽ വിളിക്കുവാനും യേശുവിനും മാതാവിലേക്ക് ചേർന്ന് നിൽക്കാനും വേണ്ടിയാണ് ഞങ്ങൾക്ക് വിഷമതകളും സങ്കടങ്ങളും തരുന്നതെന്നും ഞാൻ ഹസ്ബൻഡിനോട് പറയും. ഞങ്ങൾ കൂടുതലായി പ്രാർത്ഥിച്ചോണ്ട് എന്നും ഈശോയുടെ മാതാവിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയും മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ലെന്നും ഈശോ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് സഹായങ്ങൾ എന്താ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പിന്നെ രോഗികളെ പോയി കാണും. പിന്നെ പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകും. പോയില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥയാ, എന്നും പോകും, പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അക്രൈസ്തവരായ എല്ലാവർക്കും ഇവിടുന്നുള്ള കൃപാസന പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവർക്കും വേണ്ടി, രോഗികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ എന്നും നിലനിൽക്കുന്നു. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. ഈ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ യേശുവിനും മാതാവിനും കോടിക്കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.